എന്തുകൊണ്ടാണ് അനീമിയ ഇൻ പ്രഗ്നൻസി, ഗർഭിണികളിലെ വിളർച്ച, അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്തെല്ലാമാണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്തെല്ലാമാണ്, ഇത് അമ്മയെയും കുഞ്ഞിനെയും എങ്ങനെ ബാധിക്കുന്നു? അക്കോർഡിംഗ് ടു WHO 50% ഓഫ് ദ പോപ്പുലേഷൻ ഗർഭിണികളിൽ അനീമിയ വിളർച്ച കാണുന്നുണ്ട്. ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? നമ്മൾ ഹീമോഗ്ലോബിൻ ലെവൽ നോക്കുമ്പോൾ അത് 11 ഗ്രാമിൽ കുറയുകയാണെങ്കിൽ അതിന് അനീമിയ എന്ന് പറയും. അത് മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, സിവിയർ ഉണ്ട്. സിവിയർ എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ 7 ഗ്രാമിൽ കുറയുമ്പോഴാണ് അത് സിവിയർ അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇരുമ്പിന്റെ അംശം, അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആകാം. പിന്നെ വേറൊന്ന് അനീമിയ, ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാനുള്ള കാരണം, സ്ത്രീകൾക്ക് വരാനുള്ള കാരണം അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രസവം. അങ്ങനെ പ്രസവം വരുമ്പോഴത്തേക്ക് ഒന്ന് കഴിഞ്ഞാൽ റീപ്ലനിഷ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് വീണ്ടും അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകും. ഇപ്പൊ മെൻസസിന്റെ സമയത്താണെങ്കിൽ കൂടുതൽ ബ്ലീഡിങ് വന്ന് ഹെവി മെൻസസ് വന്നിട്ട് വീണ്ടും അത് അനീമിയയിലേക്ക് പോകാം. അതുപോലെ തന്നെ ഈ ഇൻഫെസ്റ്റേഷൻ, വേം ഇൻഫെസ്റ്റേഷൻസ്, ഇൻഫെക്ഷൻസ് കുക്കുവേമായിട്ട് കോമൺ ആയിട്ട് വരും. നമ്മുടെ കുടലിലൊക്കെ അൾസർ ഉണ്ടെങ്കിൽ, പോളിപ്പ് ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ മലദ്വാരത്തിൽ കൂടെ ബ്ലഡ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് ക്യാൻസർ ഉണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ബ്ലഡ് ശരീരത്തിൽ, അല്ല ട്രോമ മതി, എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ബ്ലഡ് ശരീരത്തിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെയെല്ലാം കാരണങ്ങൾ കൊണ്ട് അനീമിയ ഉണ്ടാകാം. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ പ്രൊഡക്ഷന്, ബ്ലഡിന്റെ ഡിസീസ്, തലസീമിയ, അത് വേറൊരു എന്താണ്, അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമ്മളൊപ്പം തന്നെ അത് ഹെമറ്റോളജിസ്റ്റ് റെഫർ ചെയ്യും. സാധാരണയായിട്ട് നമ്മൾ കാണുന്നതാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഈ അനീമിയ വന്നാൽ എങ്ങനെയാണ് പേഷ്യന്റ് ഞങ്ങളുടെ ഏരിയ വരുന്നത്? സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് സാധാരണ വരുന്നത് അവർക്ക് വളരെ തളർച്ചയാണ്, ക്ഷീണമാണ്, തലകറക്കമുണ്ട്. അതിന്റെ സിവിയർ ഗ്രേഡ് ആണെങ്കിൽ പറയും എനിക്ക് ശ്വാസം മുട്ടുന്നു, അല്ലെങ്കിൽ ചങ്കിരിപ്പ്, പാൽപിറ്റേഷൻ ഉണ്ടാകുമെന്ന് പറയും. പക്ഷെ ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ അവർക്കൊരു പാലർ മാത്രമേ, ഒരു വിളർച്ച കണ്ണി നോക്കുമ്പോൾ വെളുത്തിരിക്കുന്ന പോലെ തോന്നും, ശരീരത്തിലൊക്കെ ചെറിയൊരു ചേഞ്ചസ് കാണും. പക്ഷെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് റുട്ടീൻ എക്സാമിനേഷൻ ചെയ്ത് ഹീമോഗ്ലോബിനും BCV, പെരിഫറസ് മീറും എല്ലാം ചെയ്യുമ്പോൾ അതിന്റെ കോസ് കണ്ടുപിടിക്കാം. ഡിഫറെന്റ് കോസ് ആണെങ്കിൽ അത് റെഫർ ചെയ്യേണ്ടടുത്ത് റെഫർ ചെയ്യും. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പ്രഗ്നൻസിയിൽ കാണുന്ന അനീമിയ. അപ്പോൾ അവരുടെ വിളർച്ച, ക്ഷീണം, ഇത് കഴിയുമ്പോൾ നമ്മൾ അവിടെ പൾസ് നോക്കി, BP നോക്കി, ബ്ലഡ് ചെക്ക് ചെയ്ത് കാരണങ്ങൾ, തൈറോയ്ഡ് നോക്കും, കിഡ്നി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കും, ലിവർ പ്രോബ്ലം ഉണ്ടോ നോക്കും. അങ്ങനെ കംപ്ലീറ്റ് ഒരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അതിന്റെ കോസ് കണ്ടുപിടിക്കും. അതിന്റെ കോസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മളത് എന്താണ് ഇവർക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ്, ഒരു അമ്മയ്ക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ്, കൊച്ചിന് വരുന്ന കോംപ്ലിക്കേഷൻസ്. അമ്മയ്ക്ക് വരുന്ന അനീമിയ നല്ല സിവിയർ ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അബോർഷൻ ആയിട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, കുഞ്ഞ് അബോർഷനായിട്ട് പോകാം. പിന്നെ അവർക്ക് വരുന്നത് BP, PH, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് തൈറോയ്ഡ് ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മാസം തികയാതെ പ്രസവിക്കാനുള്ള ചാൻസ് ഉണ്ട്, വെള്ളം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പ്രഗ്നൻസി സമയത്ത് വരാം. അതുപോലെ തന്നെ സിംറ്റംസ് ആയിട്ട് ഹാർട്ട് പാൽപിറ്റേഷൻ, ഡിസ്നിയ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് പ്രസവ സമയത്ത് എന്ത് കോംപ്ലിക്കേഷൻസ്. പ്രസവ സമയത്താണെങ്കിൽ പ്രസവം ചിലപ്പോൾ നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ലേബർ ആകുമ്പോഴത്തേക്കും നമ്മൾ വാക്കുവോ, ഫോഴ്സപ്സ് ഡെലിവറി, ഈവൻ സിസേറിയനും ചാൻസ് കൂടുതലാണ്. ഈ സമയം അവർ പ്രസവിച്ച് കഴിഞ്ഞാലോ പോസ്റ്റ് പാർട്ടം PPH ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. PPH ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി തന്നെ അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മറ്റുള്ള ഇൻഫെക്ഷൻസ്, റിക്കറന്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉള്ളപ്പോൾ തന്നെ പ്രസവിച്ച് കഴിഞ്ഞും യൂറിനറി ഇൻഫെക്ഷൻ വരാം, സെപ്റ്റിസീമിയ വരാം, ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ യൂട്രസ് നോർമൽ സൈസിലേക്ക് ഇങ്ങനെ ചുരുങ്ങാതെ വരാം, ഇപ്പം പ്രൊലോങ്ഡ് ആയിട്ട് വരാം. അങ്ങനെ വളരെ വളരെ കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും വരാം. കുഞ്ഞിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അബോർഷൻ ആകാൻ ടെൻഡൻസി ഉണ്ട്. അതുപോലെ മാസം തികയാതെ ഒരു കുഞ്ഞ് പ്രസവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന്റെ കോംപ്ലിക്കേഷൻസ് വരാം. കൊച്ചിന്റെ വളർച്ച IUGR ഉണ്ടാകാം. അതുപോലെ ഇവൻ വയറ്റിൽ കിടന്ന് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻട്രൗട്ടൈൻ ഡെത്ത് എന്നാണ് പറയുന്നത്, ഡെത്ത് ഉണ്ടാകാം. ഇവർ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അനീമിയ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർക്ക് അയൺ സ്റ്റോറേജ് കുറവായിരിക്കും. അപ്പൊ ആ കുഞ്ഞിന് തന്നെ അതുപോലെ തന്നെ മോട്ടോർ ഫംഗ്ഷന്, കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ്, അതിന്റെ വളർച്ച, ഇങ്ങനെയെല്ലാം കുറയാനുള്ള ഒരു ചാൻസും കൂടെ ഈ അനീമിയ ഉള്ള അമ്മയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? വളരെ ഈസിയാണ് ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യമേ ഫസ്റ്റ് വിസിറ്റ് തന്നെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തിട്ട് ഹീമോഗ്ലോബിന് നോർമൽ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ഒരു അയൺ ടാബ്ലറ്റ് കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് 60 മില്ലിഗ്രാം എലിമെന്റൽ അയണും 500 മൈക്രോഗ്രാം അല്ലെങ്കിൽ 5 മില്ലിഗ്രാം ഫോളിക് ആസിഡും ഉണ്ട്. ഈ അനീമിയയുടെ ഗ്രേഡ് അനുസരിച്ച് ഇപ്പം മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അപ്പം മൈൽഡ്, മോഡറേറ്റ് അങ്ങനെ ആണെങ്കിൽ 2 അയൺ ടാബ്ലറ്റ് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2 അയൺ ടാബ്ലറ്റ് അയണും കാൽസ്യം കൂടെ ഒരിക്കലും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. കാരണം അതിന്റെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ അയണിന്റെ കൂടെ തന്നെ പാല്, തൈര്, പാലിന്റെ പ്രൊഡക്ട്സ് ഉള്ള ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല. അന്റാസിഡ് കഴിക്കാൻ പാടില്ല. എല്ലാവരും കഴിക്കും, നെഞ്ചറ്റിനുള്ള അന്റാസിഡ് അത് കഴിക്കാൻ പാടില്ല. പക്ഷെ അയണിന്റെ കൂടെ ഈ ലെമൺ ജ്യൂസ്, നാരങ്ങ, അത് കഴിക്കുന്ന ലെമൺ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ അബ്സോർപ്ഷൻ, വൈറ്റമിൻ C അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കും. ചിലർക്ക് അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അത് ഇൻടോളറൻസ് വരും, സഹിക്കാൻ പറ്റൂല, അവർക്ക്
ഛർദി വരും, അല്ലെങ്കിൽ ലൂസ് മോഷൻ വരാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരാം. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പറയും നമുക്ക് വേറൊരു ബ്രാൻഡ് നോക്കാന്ന് പറയും. അങ്ങനെയും പറ്റിയില്ലെങ്കിൽ അയൺ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള അയൺ കൊടുക്കും. എപ്സിയം എന്നാ പറയുന്നത്. എപ്സിയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ വിത്തിൻ ഹാഫ് ആൻ അവർ ട്രിപ്പിലിട്ട് കൊടുക്കുന്നതാണ്. അഡ്മിറ്റ് ചെയ്യണമെന്നില്ല, പക്ഷെ എല്ലാ സപ്പോർട്ടും ഉള്ള ഹോസ്പിറ്റലാണ് നമ്മൾ ചെയ്യുന്നത്. ചിലർക്ക് അനാഫാലറ്റിക് റിയാക്ഷൻ ഉണ്ടാകാം, പ്രോപ്പർ സപ്പോർട്ട് വേണം. അങ്ങനെ ഇട്ട് കൊടുത്താൽ OP പ്രൊസീജിയർ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിട്ട് അവർ തലേദിവസത്തെ അയൺ സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ ഒരു 2-3 വീക്സ് അയൺ ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ തന്നെ ആ അയൺ സ്റ്റോറേജ് കിട്ടും. അപ്പം നമ്മൾ ഒരു ടാബ്ലറ്റ് പ്രൊഫലാക്റ്റിക് ആയിട്ടും 2 ടാബ്ലറ്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കഴിക്കുക. അതിനകത്ത് ഫോളിക് ആസിഡും ഉണ്ട്, അയണും ഉണ്ട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലാതെ ഇപ്പൊ ഒരു മാസം ഒരു 36-38 വീക്സ് ഒരാൾ വരികയാണ്, ഹീമോഗ്ലോബിൻ 7 gram പെർസെന്റേ ഉള്ളൂ. നമുക്ക് വി ഹാവ് നോ ടൈം ഗീവ് ദ അയൺ ടാബ്ലറ്റ് ആൻഡ് വെയിറ്റ്. സംടൈംസ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടതായിട്ട് വരാറില്ല. ഫാക്ട് സെൽ ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കും, അതും പ്രോപ്പർ ഗൈഡൻസിലേക്ക് കൊടുക്കാവൂ. അപ്പൊ നമ്മൾ ഈ സമ്മർ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്ലിനിക്കൽ സിംറ്റം വെച്ച് കണ്ടുപിടിക്കാം, ബ്ലഡ് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസും അതിന്റെ എല്ലാം എന്താണ് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. അതിന്റെ ഗ്രേഡ് അനുസരിച്ച്, അനിമയുടെ ഗ്രേഡ് അനുസരിച്ച് ടാബ്ലറ്റ് 1 or 2 എപ്പം കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. ഈവൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണമെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലാണ്, ഹീമോഗ്ലോബിൻ 7 gram കുറവാണ്. പിന്നെ കാർഡിയാക് ഫെയിലിയറിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ കാർഡിയോളജിസ്റ്റിന്റെ കൺസൾട്ടേഷനും കൊടുക്കാം. മൾട്ടി ഡിസിപ്ലിനറി ഹോസ്പിറ്റലായിരിക്കണം നമ്മൾ ഡെലിവറി എടുക്കേണ്ടത്. നല്ല നിയോനറ്റോളജി യൂണിറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള എല്ലാ പ്രോപ്പർ സപ്പോർട്ടും ചെയ്താൽ ഒരു ഹെൽത്തി ബേബിനെ, ഹെൽത്തി മദറിനെ നമുക്ക് എടുക്കാൻ സാധിക്കും. താങ്ക് യു.